വെളിപ്പാട് 13, 16, 17, 18. ബൈബിൾ ഉള്ളവരെല്ലാം ഒന്ന് തുറന്നാട്ട്. വെളിപ്പാട് 13, 16, 17, 18. അന്നാളിൽ ചെറിയവൻ വലിയവൻ. വായിക്കാട്ട് മക്കളെ. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. ഇനി കമ്പ്യൂട്ടർ വഴി 666 ആ ഭാഗത്തിന്റെ ഒരു ഭാഗം ഞാൻ തൊടാം. കോവിഡ് കാലം വന്നപ്പോൾ നാം ഏതെങ്കിലും മാളിലോ ചർച്ചിലോ പോകണമെങ്കിൽ ഇൻഫ്രാറെഡ് മീറ്റർ അടിച്ചതിന് ശേഷം മാത്രമേ നമ്മളെ കയറ്റിവിടത്തുള്ളൂ. ഒന്നാമത്തെ സയൻസ് അതാ. 97, 98 വരുമ്പോൾ നമ്മളെ അകത്തേക്ക് കയറ്റിവിടും. തലയിൽ 38, 39 വരുമ്പോൾ അകത്ത് വിടും. ഒരാളെ 100 അടിച്ച് കഴിയുമ്പോൾ മീറ്ററിൽ 100 കാണുമ്പോൾ പറയും ഇൻഫെക്ഷൻ ഉണ്ട്. പോയി 300 രൂപ കൊടുത്ത് ആൻറ്റിജൻ എടുത്താൽ അറിയും കോവിഡ് ഉണ്ടോ. ഒരാളുടെ തലയിൽ നോക്കിയാൽ 40-ൽ കൂടുതൽ ചൂട് മീറ്റർ കാണിച്ചാൽ, ഇൻഫ്രാറെഡ് മീറ്റർ കാണിച്ചാൽ, തെർമൽ സ്കാൻ കാണിച്ചാൽ നമ്മൾ പറയും നേരെ പോയി വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ. എല്ലാവരും ഈ സിസ്റ്റത്തിൽ വന്നു. അന്നാളിൽ ചെറിയവൻ വലിയവൻ, വലം കൈ നെറ്റി, അതിനാധാരമായി മുദ്ര വരുന്നതിന് മുമ്പിട്ട് നമ്മുടെ കരങ്ങളിൽ ചൂടടിച്ചു തുടങ്ങി. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം തീർന്നില്ല. അത് കഴിഞ്ഞൊരു മുദ്ര നമ്മളിൽ വേണം. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായ ശ്രീ വീണ ജോർജ് ഇവിടെ കോവിഡ് 35,000 കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത കൊണ്ടുവന്നു. എന്താ വാർത്ത? കേൾക്കണം. കടകളിൽ പോകുന്നവർ 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രം കയറ്റിയാൽ മതി. സ്വോത്രം. ചില ബാങ്കിൻ്റെ മുമ്പിൽ അവർ ഒട്ടിച്ചതാണ്. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രം ഇവിടെ പ്രവേശനം. ചില വണ്ടിയിലും ഇത് ഒട്ടിക്കാൻ തുടങ്ങിയപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ കീഴിൽ നല്ല ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരനുണ്ട്, പേര് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹമാ ഈ ഇവിടുത്തെ ഞങ്ങളുടെ കടകംപള്ളിയോ ആനാവൂർ ചേട്ടനോ അല്ലാതെ ശിവൻകുട്ടി സഖാവൊന്നും അല്ല അവരെയൊക്കെ നിയന്ത്രിക്കുന്നത്. അത് നല്ല കണ്ണൂരിലുള്ള ബ്രിട്ടാസാണ് നിയന്ത്രിക്കുന്നത്. നാട്ടുകാർ കേട്ടാലും കുഴപ്പമില്ല. സ്വോത്രം. ബ്രിട്ടാസ് അപ്പോഴേ സാറിനോട് പറഞ്ഞു, സാറ് വീണ ജോർജ് സാർ കുഴപ്പത്തിൽ ചാടിയിരിക്കുക, സാർ പെട്ടെന്ന് പത്രസമ്മേളനം നടത്താൻ പറഞ്ഞു. ഇതൊരു വയലേഷനാണ്. ഒരു മനുഷ്യൻ വാക്സിൻ എടുക്കുകയോ എടുക്കേണ്ടത് ചേർത്ത് അവൻ്റെ സ്വന്തം ഇഷ്ടമാണ്. സ്വോത്രം. അറിയത്തില്ലയോ? നിംസ് മെഡിസിറ്റിയിൽ നിങ്ങൾ ഓപ്പറേഷൻ പോകുമ്പോൾ ചുരുക്കത്തിൽ ഞങ്ങളുടെ ചന്ദ്രകുമാർ പാസ്റ്റർ അങ്ങോട്ട് കയറ്റുക. ഉടനെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഡോക്ടർ ഉടനെ കത്തി വെക്കുമോ? ഇല്ല. ഉടനെ അമ്മാമയെ വിളിച്ച് ഒപ്പിട്ടിട്ടേ ഡോക്ടർ കത്തി വെക്കത്തുള്ളൂ. ഇല്ലേ പാസ്റ്ററെ? സന്തോഷം ഇല്ലല്ലോ. മരണ വീട്ടിൽ ഇരിക്കുന്നല്ലോ. സ്വോത്രം. പെങ്കൊച്ചുങ്ങളെ സിസേറിയനെ കൊണ്ടുപോകാൻ ചെന്നാൽ ചേട്ടൻ എവിടെ നിന്ന് ആദ്യം ചോദിക്കും. സഹോദരിമാർക്കും ദുഃഖം. സ്വോത്രം. അല്ല, 3 മണിക്കൂർ പോലും വേണ്ട, 2 മണിക്കൂർ മതി മയക്കിയിട്ട് വയറ്റിൽ നിന്ന് കൊച്ചിനെ എടുക്കുക. ഇതിൻ്റെ പേരാ സിസേറിയൻ. പറഞ്ഞു തരാം. സ്വോത്രം. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ ചേട്ട ഒപ്പിടാതെ ചെയ്യത്തില്ല. സ്വോത്രം. അപ്പം വാക്സിൻ എടുക്കണമെന്ന് ഓരോ മനുഷ്യനും നിർബന്ധം. എടുക്കാതിരിക്കും. അപ്പം വീണ ജോർജ് സാർ ഇത് കൊണ്ടുവന്നപ്പം ബ്രിട്ടാസ് പിണറായി വിജയൻ സാറിനോട് പറഞ്ഞു, സാറ് നമ്മളെ ചേച്ചി കുഴപ്പത്തിൽ ചാടിക്കുമെന്ന് പറഞ്ഞു. സ്വോത്രം. ഉടനെ വൈകിട്ട് പിണറായി വിജയൻ സാറ് ബുദ്ധിയോടെ പറഞ്ഞു, വാക്സിൻ എടുക്കുകയൊന്നും വേണ്ട, കടയിൽ പോയി അവിടെ ചൂട് നോക്കിയിട്ട് കയറാമെന്ന്. സ്വോത്രം. ഇതാ രാഷ്ട്രീയം. പാർട്ടിയുടെ പോസ്റ്റ് ഒട്ടിക്കുന്നതല്ല രാഷ്ട്രീയം. സ്വോത്രം. രാഷ്ട്രീയക്കാരുണ്ട് എന്നെ സമീപിച്ചാൽ അത് രാഷ്ട്രീയമൊക്കെ ഞാൻ പറഞ്ഞു തരാം, കാശ് തരണം, ഫ്രീ ആയിട്ടില്ല. സ്വോത്രം. ഈ പള്ളിക്ക് ഈ മണി മതി, നിൽക്കട്ടെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ, ദാ ക്ലിയറായിട്ട് കിടക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ATM കാർഡും വേണ്ട, പേടിഎമ്മും വേണ്ട, ഇതെല്ലാം കൈക്കകത്ത് കൊണ്ടുവരാം. ഒരു മുദ്ര. തുടങ്ങിയത് എവിടാ? ഇനിയുള്ളത് സയൻസിലേക്കാ. ഇതെവിടെ സ്റ്റാർട്ട് ചെയ്തു? 2018 നിങ്ങളോട് പറഞ്ഞു തരാം. ദാണ്ട് 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഡേറ്റയിലേക്ക് പോയി. അതിൻ്റെ പേര് ആധാർ. വല്ലവർക്കും ഓർമ്മയുണ്ടോ? സ്വോത്രം. 2009 നന്ദൻ നിലകേനി 150 കോടി ജനം ഇന്ത്യ വരുമെന്ന് മൻമോഹൻ സിംഗ് അറിഞ്ഞിട്ട വഴിയാധാരമാക്കിയ ആധാർ നമ്മുടെ കൈ വന്നത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കൊച്ചു ജനിച്ചാൽ ആധാർ, സ്കൂളിൽ പോകാൻ ആധാർ, പോസ്റ്റ് ഓഫീസിൽ ആധാർ, വളം മേടിക്കാൻ ആധാർ, കല്യാണം രജിസ്റ്റർ ചെയ്യാൻ ആധാർ, ബാങ്ക് അക്കൗണ്ട് ആധാർ. അച്ചായം മരിച്ചാൽ മരണ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കൊല്ലായി പഞ്ചായത്തിൽ പോയാലും വേണം വഴിയാധാരമായ ആധാർ. സ്വോത്രം. അത് പഞ്ചായത്തുകാർക്ക് നല്ലോണം അറിയാം, ഗവൺമെൻറ്റിനും അറിയാം. അപ്പച്ച മരിച്ചാൽ നമ്മൾ മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയാൽ റേഷനും മേടിക്കും, അമ്മച്ചയുടെ പെൻഷനും മേടിക്കും. സ്വോത്രം.
വരുന്നവന് ചില്ലറ കൊടുത്ത്. പക്ഷേ ആധാർ കട്ടായാൽ കാര്യം റെഡി. വഴിയാധാരമായി 2009. സ്വോത്രം. ഞാൻ 2009 പറ്റി വെച്ച് വരുമ്പോൾ ബാക്കി പറയാം. നിങ്ങൾ ചിരിക്കുക, കേൾക്കുമ്പോൾ കരയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ആധാർ മാറി 2015 ഒന്നാമത്തെ 2G ടെക്നോളജി വന്നു. ആ 2G ടെക്നോളജിയാ ഹാത്ത് രക്കോ ധൻ ധമാക്കൻ. എന്താ? ജിയോ ലേക്കേജ് ആവോ, ഹാത്ത് രക്കോ ധൻ ധമാക്കൻ, ഈ പോസ് ലേക്കേജ് ആവോ. എത്ര? 4 കിലോ വെള്ള, 2 കിലോ കുത്ത്, 3 കിലോ പച്ച, 1/2 ലിറ്റർ മണ്ണെണ്ണ. സ്വോത്രം. എത്ര നല്ല ക്ലിയർ. വേണോ റേഷൻ കാർഡ്? വേണ്ടല്ലോ. നമ്മുടെ തുണ്ട് എഴുതി റേഷൻ കടയിൽ ചെന്നാൽ സുശീല ചേച്ചി പറയും, ചേച്ചി കൈവെക്കൂ, ഹാത്തിരക്കോ ദണ്ഡമാക്കൻ റേഷൻ. സ്വോത്രം. ഇത് ബൈബിളിലുണ്ടോ? ഇപ്പം പറഞ്ഞുതരാൻ കാര്യം. രണ്ടാം സിസ്റ്റം 2015 വന്നു. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, ലോകം വിരൽ തുമ്പിൽ. അതിനാധാരമായി ഇപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് കണ്ടോ, ഇനി നിങ്ങൾ വിഷമിക്കരുത്. എല്ലാം ഒരു കാർഡിൽ. അജി ബ്രദർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ഒരു കാർഡ്. ആധാർ, പാസ്പോർട്ട്, ലൈസൻസ്, ബാങ്ക്, റേഷൻ കാർഡ്. ഒറ്റ കാർഡ് മതി. നമ്പർ. ഈ കാർഡ് പോകേണ്ട കാര്യമല്ല. ഈ ഡേറ്റ മുഴുവൻ കൈകളിൽ കയറ്റുന്നതിൻ്റെ പേരാ മുദ്ര. ദാ കിടക്കുന്നു. എല്ലാം ഒരു കാർഡ്. സ്വോത്രം. അങ്ങനെയെങ്കിൽ മോഡി സാറ് പറയുന്നു, ലോകം വിരൽ തുമ്പിൽ ഒരു കാർഡ്. ഇനിയുള്ള സിസ്റ്റം 2015 തുടങ്ങി. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, ഹാത്ത് രക്കോ ദന്തമാക്കൻ ജിയോ, ഹാത്ത് രക്കോ ദന്തമാക്കൻ റേഷൻ. ബൈബിളിനകത്തുണ്ടോ? എവിടെ ഈ കൈവച്ചാൽ കാര്യം സാധിക്കും? വായിക്കാം. ഇയ്യോബ് 37:7. രണ്ടാമത്തെ സയൻസ്. ഇയ്യോബ് 37:7 വായിച്ചാട്ടെ. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കൈ മുദ്രയിടാത്ത വല്ലോരും ഉണ്ടോ? പൈസ തരാം. ആണ്ടിരിക്കും നമ്മുടെ കൊച്ചുമോള്. ഈ കുഞ്ഞിനെ വരെ അംഗൻവാടി കൊണ്ടുപോയപ്പോൾ കൈ മുദ്ര ഇട്ടില്ലേ മക്കള്? സ്വോത്രം. പെൻഷൻ കൊടുക്കുന്ന അപ്പച്ചനെ വീട്ടിൽ ലാപ്ടോപ്പുമായിട്ട് പഞ്ചായത്തുകാർ വന്നില്ലേ, പപ്പ ഇങ്ങ ഇരിക്കുന്നത്, കൈ ഇങ്ക വെക്കുന്നത്. സ്വോത്രം. അങ്ങ് വരെ വരണ്ട. സ്വോത്രം. കണ്ടില്ലേ കാര്യം? എല്ലാവരും കൈ മുദ്ര ഇട്ടില്ലയോ? ആധാറിന് മുദ്രയിട്ടു, അത് കഴിഞ്ഞിട്ട് ബാങ്കിന് മുദ്രയിട്ടു. കാര്യത്തിന്. ഇതാ ബൈബിളിൻ്റെ തനിമ, ഇതാ ബൈബിളിൻ്റെ നൈർമല്യത. നിങ്ങൾക്കിത് ഇഷ്ടമല്ല? പൂജപ്പുര SBI, അതിനകത്ത് ഹെഡ് ഒരു മാനേജർ. എൻ്റെ പ്രസംഗം യൂട്യൂബിൽ കണ്ടിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നേരിൽ കാണണമെന്ന് തന്നെ. ഞാനും വിചാരിച്ച് കാശ് വല്ലതും തരാനാണെന്ന്. സ്വോത്രം. പൂജപ്പുരയുള്ള മാനേരില്ലേ വല്ലതും കിട്ടുക. അപ്പോൾ പുള്ളി പറഞ്ഞ്, ഞാൻ ഒരുപാട് പ്രസംഗം കേട്ടു, പക്ഷേ പാസ്റ്റർ 2016 പറഞ്ഞു ബാങ്കിലെ സ്റ്റാഫ് ബാങ്കിൽ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ കമ്പ്യൂട്ടർ ഓൺ ആവത്തില്ലെന്ന്. സ്വോത്രം. അന്ന് 2016 പൂജപ്പുര ഇരുന്നവർ കേട്ടിട്ട് പറഞ്ഞ്, ഇയാൾക്ക് എന്തോ ഭ്രാന്താന്ന്. സ്വോത്രം. കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ പടവും വരും, സിസ്റ്റവും വരുന്ന. പക്ഷേ അന്ന് പാസ്റ്റർ പറഞ്ഞ് കമ്പ്യൂട്ടറിനകത്ത് കൈ വെച്ച് ലെൻസിനകത്ത് ഫിംഗർ പ്രിൻ്റ് വരാതെ ഇനി പൂജപ്പുരയെന്ന് മെസ്സേജ് വന്നാലും വരത്തില്ല. അപ്പം അവർ പറഞ്ഞു, പാസ്റ്ററെ കാര്യം ശരിയാ. 4 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാങ്കിൽ സ്വിഫ്റ്റ് കോഡ്, ഏത് ചേച്ചി ബാങ്കിൽ ചെന്നാലും ബാങ്കിലെ മാനേജരായാലും അസിസ്റ്റൻറ്റ് മാനേജരായാലും സിസ്റ്റം ഓണാക്കിയിട്ട് 400-500 അടിച്ചാൽ വരത്തില്ല. അന്നേരം ആരും ചുമന്ന ഒരു സാധനമുണ്ട്. ഇനി പോണ ചേച്ചിയുടെ മുഖത്ത് നോക്കാനല്ല, ഇപ്പുറത്തിരിക്കുന്ന കമ്പ്യൂട്ടർ കൈ വെക്കാനായിട്ട് ചുമന്ന ഒരു ലെൻസുണ്ട്. ഇങ്ങനെ കൈ വെച്ചിട്ട് സിസ്റ്റം ഓണായി വരൂ. സ്വോത്രം. ഇതിൻ്റെ പേരാ താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. അല്ലാതെ ഒരാളുടെ സീറ്റ്, ജോമോൻ്റെ സീറ്റ്, ജോമോൾ കയറി കൈ നക്കിയാൽ കമ്പ്യൂട്ടർ ഓണാവത്തില്ലെന്ന്. സ്വോത്രം. കമ്പ്യൂട്ടറിൽ കൈയുടെ പ്രതലം കണ്ടിട്ട് ആഡ് ചെയ്തിട്ടാണ് ഇത് ക്ലിയറാക്കുന്ന. സ്വോത്രം. ഇതെല്ലാം എവിടെ വന്നു? അന്ത്യകാലം. കണ്ടില്ലേ ചില പെൺകൊച്ചുങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ എന്തുവാ, നല്ല ആശുപത്രിയിൽ ചെന്ന് കാർഡ് പോലും വേണ്ട. സ്വോത്രം. അങ്ങോട്ട് പോകുമ്പോൾ PRS പോകുമ്പോൾ ഒറ്റയടിക്ക് കയറി പോവുക. സ്വോത്രം. കാർഡ് പോലും വേണ്ട. പിള്ളേർക്ക് പട്ടിക്കിടുന്നുള്ള ടൈമല്ല, കാറൊന്നും നേഴ്സുമാരെ ഇല്ല. ചെല്ലുമ്പോൾ ഒറ്റയടിക്ക് ക്ലിയറായി. ഇതാ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ബൈബിളിൽ എവിടെ ഇത്? ഇയ്യോബ് 37:7. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിയുവാൻ സകല മനുഷ്യരെയും കൈമുദ്രയിടുന്നു. ആരാ ഇയ്യോബ്? അങ്ങനെ ഒരാളെ പറ്റി പലരും കേട്ടിട്ടുണ്ടോ? മനസാക്ഷി യുഗത്തിൽ എവിടാ ജീവിച്ചിരുന്നത്? മസ്കറ്റിലെ സലാലയിൽ ഊസ്ദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ. ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി. സുവിശേഷ പ്രസംഗം നടത്തിയപ്പോൾ അവസാനം ഇയ്യോബിന് രോഗവും വന്ന് ശരീരം മൊത്തവും ചൊറിഞ്ഞുകൊണ്ട് പരുക്കൾ. അമ്മാമ്മ പറഞ്ഞ, അച്ചായ മൈക്രോഫോൺ നിർത്ത്, സഭയുടെ ചാവി സെൻറ്ററിന് കൊടുക്കുക. സ്വോത്രം. കൂട്ടുകാർ പറഞ്ഞു, തമ്പേറടി ബാൻഡടി നിർത്തിക്കോളാൻ. ഇയ്യോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും. സ്വോത്രം. വായിക്കത്തില്ലല്ലോ നമ്മൾ. ഇയ്യോബ് 19:25. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ഇന്ന് രാത്രി നമ്മളിൽ വെളിപ്പെടാനുള്ള
ദൈവത്തിൻ്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? യോഹന്നാൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അധ്യായം 1 ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 2 കാനാവിലെ കല്യാണ വീട്ടിൽ. 3 നിക്കോദിമോസ് എന്ന പള്ളിപ്രമാണി. 4 പത്രോസിൻ്റെ പടകിനകത്ത്. 5 ജന്മം മുതൽ കുരുടനായ. 6 പാപിനിയായ സ്ത്രീ. മുൻപോട്ട് പോകുമ്പോൾ അവസാനം ഒരു വീടുണ്ട്, ബഥാന്യയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ഭവനം. എല്ലാവർക്കും അറിയാമല്ലോ. ആ ഭവനത്തിനകത്ത് വചനം ഇന്ന് രാത്രി കേട്ടോളൂ. ആ വചനത്തിനകത്ത് ലാസറിന് ദീനം വന്നു. എന്താ നാടൻ മലയാളം? അവന് 2 ഹാർട്ട് അറ്റാക്ക് വന്നു, ശരീരത്ത് ക്യാൻസർ വന്നു, റേഡിയേഷൻ, ഷുഗർ കൊണ്ട് അവൻ്റെ കാലിൻ്റെ വിരൽ മുറിച്ചു. യേശു വന്നില്ല, മരിച്ചവൻ അടക്കപ്പെട്ടു. എത്ര മണിക്കൂർ? 96. 24 മുതൽ 4 കൊണ്ട് കൂടിച്ചാൽ 96. നാട്ടുകാർ പറഞ്ഞു യേശു വന്നില്ല, യേശു വന്നില്ല. 4-ാം ദിവസം നാറ്റം വെച്ചവൻ്റെ കല്ലറയുടെ അടുത്തേക്ക് പോയിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. സ്വോത്രം. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. യേശു കല്ലറയുടെ മുമ്പിൽ ചെന്നു. എന്നിട്ടൊരു വിളി വിളിച്ചു, ലാസറേ, ലാസറേ, പുറത്തു വരിക. സ്വോത്രം. 96 മണിക്കൂർ കഴിഞ്ഞ് ഒരു ഡെഡ് ബോഡി ഉള്ളവൻ പുറത്തു വന്നു. ആംബുലൻസ് കയറ്റി പാറശാല ആശുപത്രി കൊണ്ടുപോയോ? ഇല്ലല്ലോ. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. നിംസിലോട്ട് സർജറിയുടെ പാട് കാണിക്കാൻ കൊണ്ടുപോയോ? 11:43 അവൻ കല്ലറയെന്ന് പുറത്തു വരുന്നു. 12-ാം അധ്യായം വായിക്കരുത്, വീട്ടിൽ ചെന്നാൽ മതി. യോഹന്നാൻ 12. ഒരു പന്തി ഒരുങ്ങി. യേശു അവിടെ നായകൻ, പന്തിയിൽ ദാ ലാസറും ഇരിക്കുന്നു. സ്വോത്രം. അപ്പോൾ ഇന്ന് രാത്രി യോബ് പറഞ്ഞതുപോലെ എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കുന്നു. ഇന്ന് രാത്രി അമ്മച്ചി ക്യാൻസർ വരട്ടെ, ട്യൂമർ വരട്ടെ, വയറ്റിനകത്ത് ഹാർട്ടിൻ്റെ പൈപ്പ് മാറ്റട്ടെ, കാലിൻ്റെ വിരൽ ഷുഗറിനകത്ത് വെട്ടിക്കളയട്ടെ, പക്ഷേ മരിച്ചുയർത്തെഴുന്നേറ്റ് വരുമ്പോൾ, നീ പന്തിക്കകത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറയണം, ദ്രവത്തോ അദ്രവത്തോ അവകാശമാക്കത്തില്ല. ബലഹീനതയിൽ വിതയ്ക്ക്, ശക്തിയിൽ ഉയർക്ക്, അപമാനത്തിൽ വിതയ്ക്ക്, തേജസ്സിൽ ഉയർക്ക്. അപ്പച്ച അമ്മച്ചി നെടിയാങ്കോട് ബൈബിൾ എടുത്തവര്, പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി അവനോടുകൂടെ പന്തിയിൽ നാം ഇരിപ്പാൻ കാലമായി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. സ്വോത്രം. വചനം ചങ്കേറി പറയുന്ന സ്വോത്രം. അതുകൊണ്ട് ലാസർ പ്രത്യാശ പറഞ്ഞ് യേശു വന്നിട്ടുണ്ടോ? സ്വോത്രം. ഇന്ന് രാത്രി പറയണം, ഭാര്യ പോയി, മക്കൾ പോയി, കൂട്ടുകാർ കുറ്റം പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. അന്നാ യോബ് പറഞ്ഞത്, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും അറിയാൻ സകല മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. ഇതാ ബൈബിളിൻ്റെ തനിമ. പറഞ്ഞത് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ്. 2015 നാം ഇവിടെ കൈവച്ച് തുടങ്ങി. സ്വോത്രം. സിസ്റ്റം മാറിയോ? കേൾക്കണം. ഇനി ഈ കൈക്കകത്ത് രേഖയുണ്ടോ? സന്തോഷമില്ലല്ലോ. ഞാൻ രാജൻ പാസ്റ്റർ, സ്വോത്രം, സാമുവേൽ, ഇപ്പുറത്തെ നമ്മുടെ ചന്ദ്രകുമാർ പാസ്റ്റർ, അപ്പുറത്തിരിക്കുന്ന അജി ബ്രദർ, ഞങ്ങൾ 5 പേര് റേഷൻ കടയിൽ പോകും. ഒരു സംശയം തീർത്ത് തരാം. ഞങ്ങൾ കാർഡ് കൊണ്ടുപോയില്ല, നമ്പർ അങ്ങ് മാറ്റി. എൻ്റെത് രാജൻ പാസ്റ്ററിൻ്റെ ആർക്ക് കൊടുത്തു? സ്വോത്രം, ചന്ദ്രകുമാർ പാസ്റ്ററിന് കൊടുത്തു, ബാക്കി സാമുവേലിന് കൊടുത്തു. ഞങ്ങൾ മാറി മാറി കൈവെക്കും. കമ്പ്യൂട്ടർ റേഷൻ തരുമോ? അപ്പം റേഷൻ കടയിൽ ഇരിക്കുന്ന ചേച്ചി പറയും, പാസ്റ്ററെ എതൊക്കെ ഏമാത്തി കാണിക്കുന്നത്, എന്തിനാ കള്ളം കാണിക്കുന്നത്? തമിഴ്നാട്ടുകാരുടെ ഭാഷ. സ്വോത്രം. ഉണ്ടല്ലേ, കൈ മാറ്റാൻ. സ്വോത്രം. അപ്പം നമ്മുടെ കൈക്കകത്ത് ഒരു രേഖ വരച്ചിട്ടില്ലേ? ആരാ ഇത് വരച്ചത്? സങ്കീർത്തനം ഇല്ലല്ലോ. 139. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജ് സ്കാൻ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ കണ്ണുകൾ നിൻ്റെ മേൽ, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നു. പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണെന്നെ ദർശിച്ചു. നിയമിക്കപ്പെട്ട നാളുകളിൽ എനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി. ഞാൻ ഇരിക്കുന്നതറിയുന്ന ദൈവം, ഞാൻ എഴുന്നേൽക്കുന്നതറിയുന്ന ദൈവം, എൻ്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രി ആകാശത്തിൽ കടന്നു കയറിയാൽ അവൻ്റെ കരം അവിടെ എത്തും. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കിടക്ക വിരിച്ചാൽ അവൻ്റെ കരം അവിടെ എത്തുമെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ചവനാ സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അമ്മച്ചി, അവൻ അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടിനാര് പോലും പൊഴിയത്തില്ല. ഇന്ന് രാത്രി സന്തോഷമുള്ളവർക്ക് ആരാ കർത്താവ്? 10,000 മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തൻ്റെ ഭക്തന് വേണ്ടി ചതുദ്രമ പണത്തെ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ഒരുക്കി റേഡിയേഷന് സ്കാനും എടുക്കാതെ തൻ്റെ ഭക്തന്മാർക്ക് വീതിച്ചു കൊടുക്കാൻ കരുത്തുറ്റ ദൈവത്തെയാ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത്, ആദ്യജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. സ്വോത്രം. ഈ പ്രസംഗം കേട്ടിട്ട് ഇതിനകത്ത് CSI-കാരുണ്ട്, ECI-കാരുണ്ട്, സാൽവേഷനുണ്ട്, പെന്തിക്കോസുകാരുമുണ്ട്. ഇനി മേലാൽ
തന്നെ വെച്ച ഒരുത്ത മന്ത്രവാദിയുടെ കൈ കൊണ്ട് കൈ കൊടുക്കരുത്. സ്വോത്രം. ആരും അറിയാതെ ചില മന്ത്രവാദികൾ കോട്ടൂര കാണിയുടെ കയ്യിലും കൊണ്ട് കൈ കൊടുക്കുന്നുണ്ട്. സ്വോത്രം. ചില പെന്തിക്കോസുകാർ വെള്ളറയുടെ തത്ത ഇരിക്കുന്നതിൻ്റെ നടുവിൽ മുഖം മൂടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അടി പുറകെ ഉണ്ട്. സ്വോത്രം. ഇത്രയും വചനം കേട്ടിട്ട് സ്വോത്രം. ഇന്ന് രാത്രി നിൻ്റെ കൈക്കകത്ത് അമ്മാമ്മ അച്ചായ ഭാരപ്പെടരുത്. ധനുവച്ചപുരത്തൊരു കൈയുടെ രേഖ വഴിയുമ്പോൾ ഡൽഹിയിലിരിക്കുന്ന കമ്പ്യൂട്ടർ നിനക്ക് വേണ്ടി റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അതിലും വലിയവനായി ഇന്ന് രാത്രി നിൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. അവൻ അറിയാതെ നിൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും പഴിയത്തില്ല. സിസ്റ്റം മാറി. 2015 കൈ, 2018 മൈക്രോ ചിപ്പുകൾ വന്നു. എവിടെ? 2018 ഒന്ന് വന്നു, ATM. അതിൻ്റെ പേരാ 3G. ഇനി 5G വരുന്നത്. അവിടെ വരെ എനിക്ക് ഓടിയെത്താൻ എന്ന സമയം ഇന്ന് നിർത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് വന്നു 3G. ഒന്നാമത്തെ കാർഡ് എവിടെ വന്നു? ദാ കിടക്കുന്നു. കമ്പ്യൂട്ടർ റീഡ് ചെയ്യാം, ATM. രണ്ടാമത്തെ കാർഡ് എവിടെ വന്നു? ചിപ്പ്. ആനയുടെ വാലിൽ രണ്ടാമത്തെ ചിപ്പ് വന്നു. ശ്രദ്ധയോടെ. എന്തിനാ? ആനയുടെ വാലിലെ നെർവസ് സിസ്റ്റവും ഇതുമറിയാം, രക്തമറിയാൻ ടോർച്ച് അടിക്കുന്നത് പോലെ കിട്ടും. രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ ചിപ്പ് എവിടെ വന്നു? വണ്ടിക്കകത്ത്, പുതിയ കാറിനകത്ത് ക്ലിയറായിട്ട് ഇൻറ്റീരിയർ അഥവാ നിങ്ങളുടെ ഡാഷ്ബോർഡിനകത്ത് ഒരു മൈക്രോ ചിപ്പ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോലും അറിയണ്ട ആ മൈക്രോ ചിപ്പ് ആ കിലോമീറ്റർ കാണിക്കുന്നത്. അപ്പോൾ ആ മൈക്രോ ചിപ്പ് ഷോറൂംകാർ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കും വണ്ടി സർവീസ് ചെയ്യാൻ. അങ്ങനെ വിളിവല്ലതും കിട്ടിയിട്ടുണ്ടോ? സ്വോത്രം. കാറുള്ള ആരുമില്ല. ഇന്ന് പ്രത്യേക പ്രാർത്ഥന കാറിന് വേണ്ടി. സ്വോത്രം. ഷോറൂംകാർ വിളിക്കത്തില്ല കാർ സർവീസ് ചെയ്യാൻ കൊണ്ട് ചില ഈ സഹോദരിമാർ ആക്റ്റീവ് എടുത്താൽ പോലും ഇപ്പോൾ ഫോൺ വരും, ചേച്ചി എന്നാ കൊണ്ടുവരുന്നതെന്ന്. സ്വോത്രം. എത്ര ക്ലിയർ മൈക്രോ ചിപ്പ്. 3, 4 വണ്ടിയുടെ തലയിൽ ഇപ്പോൾ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഫാസ്റ്റാഗ്. കേട്ട സഹോദരന്മാരെന്ന് കൈ ഉയർത്തിയാട്ടെ. വണ്ടിയുടെ തലയിൽ വെച്ചില്ലെന്നുണ്ടെങ്കിൽ കോവളം തിരുവല്ല പോകുമ്പോൾ 150 രൂപ കൊടുത്തുകൊണ്ടാൽ മതി. സ്വോത്രം. സന്തോഷമില്ല. നിങ്ങൾക്ക് ഈ സ്ഥലം അറിയത്തില്ല, നിങ്ങൾ പോയിട്ടുമില്ലെന്ന്. ഉച്ചക്കട പൂവാർ നമ്മുടെ പിന്നെ കോവളം റൂട്ടിൽ പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. വെക്കാത്ത എല്ലാത്തിൻ്റെ 140, വെച്ചാൽ 40 ഉള്ളൂ. രക്ഷപ്പെട്ടു. സ്വോത്രം. അങ്ങനെയെങ്കിൽ കാറിൻ്റെ മേൽ ഫാസ്റ്റാഗ്. ഇനി കാറിൻ്റെ മേൽ ഫാസ്റ്റാഗ് ആരാ കൊണ്ടുവന്നത്? നരേന്ദ്രമോദി സാറും അമിത്ഷായും. പലരും വിചാരിക്കുന്ന എന്താണെന്നറിയാമോ? ദാണ്ട് നമ്മുടെ പേനയിൽ ഈ ബാർകോഡ് പോലെ ഈ സംഭവമാണ് യാത്ര, ഇങ്ങനൊരു സ്റ്റിക്കറാണ്. പക്ഷേ അതല്ല. ഇതിൻ്റെ പ്രത്യേകത എന്തുവാണെന്നറിയാമോ? പറഞ്ഞുതരാം. ഈ സ്കാനർ ഇതൊരു ഇതാണ്, ഒരു ആധാർ പോലെ ഇത് വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മൈക്രോ ചിപ്പിൻ്റെ ഡേറ്റയാണ് അതിനകത്തുള്ള വണ്ടിയുടെ മേളിൽ. അച്ചായനും അമ്മാമ്മയും വിചാരിക്കും സ്വോത്രം നോട്ടെ നല്ല സാധനങ്ങളൊക്കെ വെച്ച് പോന്ന്. പലരും ഇവിടുന്ന് തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ ഈ കാറൊന്ന് സ്കാൻ ചെയ്യും ഈ മൈക്രോ ചിപ്പ് വഴി, ഈ ഫാസ്റ്റാഗ് വഴി. അപ്പോഴ് ഞങ്ങളുടെ പെന്തിക്കോസുകാരെ അച്ചായന്മാർ ഇവിടുന്ന് പൈസ കടത്താൻ ഗോഡീസ് ലവ് പ്രൈസ്തലോടുന്ന വണ്ടിയിലൊക്കെയാണ് പോകുന്നത്. എന്നിട്ട് പുറേ പെട്ടി വെച്ചിട്ടൊരു പാട്ട് പാടും. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. സ്വോത്രം. ഇത് ലൈവിലൊന്ന് പോട്ട്. പൈസയുള്ള പല അച്ചായന്മാർ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഫാസ്റ്റാഗ് ഈ ടോളിൽ പിടിക്കുന്നത്. ഉടനെ ഈ കമ്പ്യൂട്ടർ ക്യൂ ബ്രാഞ്ച് അല്ലെ കേരളത്തിൽ ക്രൈം ബ്രാഞ്ചിന് വിവരം കൊടുക്കും. ഇത്രാമത്തെ വണ്ടി നമ്പറിനകത്ത് കള്ളനോട്ടിരിക്കുന്നു. ഇതാരാ കൊണ്ടുവന്നത്? മോഡി സാറ് അമിത്ഷാ ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന സംഭവം ഈ ഫാസ്റ്റാഗ്. ചെറിയ പുള്ളികളല്ല. അച്ചായൻ മാർത്താണ്ഡം കഴിയുമ്പോൾ പറയും, ഓ തേനി പോയി തോട്ടം മേടിക്കാനുള്ള കാശ് കർത്താവ് അതിർത്തി കടത്തി തന്നെന്ന്. സ്വോത്രം. നീ മാത്രം മതി, നീ മാത്രം മതി. തിരുനെൽവേലി പാലത്തിൻ്റെ അടുത്ത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിക്ക് അച്ചായ വണ്ടി ഇങ്ങ വക്കാറ് ആ പെട്ടി ഇഞ്ഞ് തരാൻ പറയും. സ്വോത്രം. എല്ലാത്തിനെയും പൂട്ടും. സ്വോത്രം. കൊണപ്പെട്ടോ. സ്വോത്രം. ഇത് കേൾക്കുമ്പോഴാണ് പലരുടെ വീട്ടിലും നോട്ടൊക്കെ എവിടൊക്കെയോ അടുക്കി വെച്ചിട്ടുണ്ട്. 2000 പോകാൻ പോവോ? സ്വോത്രം. 500ൻ്റെ കാര്യം അതിയല്ല, അധികം കൊടുത്തിട്ടുണ്ടെന്നുണ്ട്. പാസ്റ്റർമാർക്ക് കൊടുക്കല്ല, അവരപ്പം ഇനോവ മേടിച്ചോളൂ. സ്വോത്രം. വിഷമിക്കേണ്ട. വല്ല വടക്കേ ഇന്ത്യയിലെങ്ങാനും പള്ളി പണിയാൻ കണ്ണു അടച്ചുകൊണ്ട് കൊടുക്കണം. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും. സ്വോത്രം. അത് മൂപ്പന്മാരെ ഉടനെ പിടിക്കും. സ്വോത്രം. ഇത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് പെന്തിക്കോസിലെ മൂപ്പന്മാരെയില്ല. എല്ലാവരെയും കർത്താവ് പിടിക്കാറായി. സ്വോത്രം. അങ്ങനെയെങ്കിൽ 4ാമത്തത് ഇന്ന് വന്നു വണ്ടിയുടെ ഫാസ്റ്റാഗ്. 5. 2 കാര്യം കൂടെ പറയുമ്പോൾ ഇന്ന് നിർത്താം. ദാണ്ട് പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടോ? പലരുടെ കയ്യിലുമുണ്ട്. നിർമ്മല സീതാരാമൻ അങ്ങനെ ഒരു വ്യക്തിയെ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ ധനമന്ത്രി. കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് അവർ പറഞ്ഞു 5 ഇനി നമുക്ക് പാസ്പോർട്ട് വേണ്ട, പകരം ഒരു മൈക്രോ ചിപ്പ് പാസ്പോർട്ടിനകത്ത്. എല്ലാ എയർപോർട്ടിലും ഇത് തുറക്കണ്ട. 5 മേഖല ഞാൻ കാണിച്ചു. 1 ATM, 2 ആനയുടെ വാൽ, 3 വണ്ടിയുടെ ഇൻറ്റീരിയർ, 4 ഫാസ്റ്റാഗ് വണ്ടിയുടെ തലയിൽ, 5 മനുഷ്യൻ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏക സംവിധാനം പാസ്പോർട്ട്. 400 കോടി നിർമ്മല സീതാരാമൻ കൊടുത്തു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും നല്ല ക്രിക്കറ്റ് പ്ലെയർ ആരാണെന്നറിയാമോ? ഇന്ത്യയുടെ ഏറ്റവും നല്ല ക്രിക്കറ്റ് പ്ലെയർ വിരാട് കോഹ്ലി.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചിപ്പ് വെച്ച പാസ്പോർട്ടായി. അന്ത്യം. ഇനി ഈ ചിപ്പ് എവിടെ വരും? ഇനി വരാനുള്ളത് കൈമേലും നെറ്റിമേലും. തീർന്നില്ലയോ? അതിനാ ഇത്ര ഞാൻ റൂട്ട് കടങ്ങിയത്. കാലം തീരാറായി, എൻ്റെ യേശു വരാറായി. ഈ ചിപ്പിനെ എന്തോ ചെയ്യാൻ പറ്റും? ഇന്ന് രാത്രി ഇനി കൈമേലും നെറ്റിമേലും വരുന്ന ചിപ്പ്. ഇത് കണ്ടോണേ, സ്വോത്രം. ദാണ്ടി പേന എനിക്ക് വില അറിയത്തില്ല. ഞാൻ രാജൻ പാസ്റ്ററുടെ വെറൈറ്റി പോകുന്ന കാട്ടാക്കട, ഞങ്ങൾ ഈ കമ്പ്യൂട്ടറിനകത്ത് ഇത് വെക്കുമ്പോൾ വില പറയും. അതുപോലെ മനുഷ്യൻ്റെ കയ്യിൽ ഇതെല്ലാം ബന്ധിച്ച് ഒരു അരിമണി വലിപ്പത്തിൽ ഒരു ചിപ്പ് കൊടുത്താൽ ഇതിനെ കമ്പ്യൂട്ടർ മാർക്ക് ചെയ്യും. ഞാൻ എന്ന് വാക്സിൻ എടുത്തു, സർട്ടിഫിക്കറ്റ് വേണ്ട. എനിക്ക് കോവിഡ് വന്നിട്ടുണ്ടോ, ഈ രേഖ പറയും. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, ഇതിൻ്റെ പേരാ ബാർകോഡ് അല്ലെങ്കിൽ QR കോഡ്. അതിനെ കൈക്കകത്ത് വെക്കും. 5 മേഖലകളിൽ: 1 ATM, 2 ഫാസ്ടാഗ്, 3 ഇൻറ്റീരിയർ, 4 ആനയുടെ വാല്, 5 ഇന്ത്യൻ പാസ്പോർട്ട്. ഇനി ഒരിടത്തെ ചിപ്പ് കയറാനുള്ളൂ. അന്നാളിൽ വലിയവനും ചെറിയവനും സമ്പന്നനും ദരിദ്രനും ദാസനും ഏവർക്കും അതിൻ്റെ ആധാരമാ കോവിഡ്. എല്ലാവർക്കും കൊടുത്തില്ലയോ വാക്സിൻ? ആർക്ക് കൊടുത്ത്? മോഡി സാറിൻ്റെ കൈ കയറിയില്ലയോ? കുളത്തുപുഴക്കാരി സഹോദരി എയിംസിനകത്ത് ഒറ്റ കുത്തു കൊടുത്തില്ലേ മോഡി സാറിന്? മിണ്ടുന്നില്ലല്ലോ, വാക്സിൻ കയറ്റിയില്ലേ? സ്വോത്ര. അത് കഴിഞ്ഞിട്ട് തനിവച്ചവരത്ത് പഞ്ചായത്ത് തൂക്കുന്ന ശാന്തമാമയ്ക്കും കിട്ടിയില്ലേ വാക്സിൻ? സമ്പന്നൻ ചെറിയവൻ എല്ലാവർക്കും കിട്ടിയില്ലോ. സിസ്റ്റം ഒന്നായി. അങ്ങനെയെങ്കിൽ ഇതെല്ലാം മാറും. പിന്നെ എന്തിനീ ചിപ്പ് കൊണ്ടുവരും? മലയാളിയല്ലേ, വാക്സിൻ എടുക്കാതെ അവന്മാർ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. സ്വോത്രം. സാമുവലിനറിയാം. ഇപ്പോൾ 2 അവന്മാർ ദുബായി ചെന്ന് ഇവിടുന്ന് കള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് അവിടെ ഇറങ്ങി കമ്പ്യൂട്ടർ നോക്കിയപ്പോൾ അവർക്ക് വാക്സിനേ ഇല്ല. സ്വോത്രം. കാശ് കൊടുത്താൽ. പിന്നെ RTPC, നമ്മൾ യാത്ര ചെയ്യുന്നതിന് 48 മണിക്കൂർ മുമ്പ് DDRC വിളിച്ച് പറഞ്ഞാൽ മതി. അവർ പറയും 1500 ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, കോവിഡ് ഇല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് തന്നേക്കണേ. പെൺകുച്ച് പറയും അഡ്രസ്സ് ഇങ്ങോട്ട് തന്നേരം 3 തന്നാൽ മതി. സ്വോത്രം. നമ്മളവിടെ പോകണ്ട. മലയാളിയല്ലയോ? കുമ്പനാട് യൂണിവേഴ്സിറ്റിയുടെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവരാ മലയാളികൾ. സ്വോത്രം. ഗൾഫിൽ പോയ നേഴ്സുമാരുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴല്ലേ അറ്റസ്റ്റ് ചെയ്ത് തുടങ്ങി. സ്വോത്രം. PRS കാണാത്ത അമ്മാമ ഉണ്ടാക്കി കാസർഗോഡ് യൂണിവേഴ്സിറ്റി. സ്വോത്രം. ബാക്കി തമിഴ്നാട്ടിൽ ഇത്രയും പറഞ്ഞാൽ മതി. സ്വോത്രം. ഇത് സാത്താനും അറിയാം, ലോകത്തിനും അറിയാം. അപ്പം വാക്സിൻ എടുക്കണം. വാക്സിൻ എടുക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ, വരാൻ പോകുന്ന രോഗങ്ങൾക്ക്, അമേരിക്കയിലെ മൈക്രോസോഫ്റ്റിൻ്റെ ഭാര്യ ബിൽ ഗേറ്റ്സിൻ്റെ ഭാര്യയുടെ പേര് മിലിൻഡ ഗേറ്റ്സ്. ആ സഹോദരിയ സാത്താനെ ആരാധിക്കുന്ന, കഴുത്തേൽ കുരിശിട്ടിരിക്കുന്ന സ്ത്രീ. അവരിന്ന് ജോൺസനെ വിലക്കെടുത്തിട്ട് പറഞ്ഞു മഹാവ്യാധികൾ ലോകത്തിൽ വരുന്നു, വാക്സിൻ കൊടുക്കരുത്. കൊടുക്കാം. കയ്യിൽ ചിപ്പ് വെക്കാമെങ്കിൽ വാക്സിൻ കൊടുക്കാം. സ്വോത്രം. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ കോവിഡിൻ്റെ മറവിൽ വരാൻ പോകുന്നു ഒരു ചിപ്പ്. തീർന്നില്ല. 2 ഓതൻറ്റിക് ആയിട്ടുള്ള മെത്തേഡ്. 1 നമ്മുടെ കൈമേലും നെറ്റിമേലും. അതിന് കൈ ചൂട്, നെറ്റ് ചൂട്. പിന്നെ ഇസ്രായേൽ, ഞാൻ ഇന്നലെ കമ്പ്യൂട്ടർ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഈ ചിപ്പ് വെക്കുവോ? വെക്കത്തില്ല. മോശയുടെ കൊച്ചുമക്കളാ 3 ഗോത്രങ്ങൾ. 1 ഹസദിക്ക്, 2 ഹർദീക്ക്, 3 നെട്ടൂരി കർത്ത. അവന്മാരായി കറുത്ത പാൻറ് കറുത്ത ഷർട്ടുമിട്ട് മതിലേലിടിക്കുന്ന ഇസ്രായേൽ ചിപ്പ് വെക്കുമോ? വെക്കത്തില്ല. വായിക്കാം. പുറപ്പാട് 13:9. 2 കൊണ്ട് നിർത്താം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ മോളെ. യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും. ബൈബിൾ ഉള്ളവരും ശ്രദ്ധിച്ചോണം. ഇത് കയ്യിൽ എവർ വചനം ചുറ്റും. അതാ യൂതുഹെ വൗഹെ. അടുത്ത വായിച്ചാട്ടെ. നിന്റെ കണ്ണുകളുടെ നടുവിൽ, കണ്ണിന്റെ നടുവാ നെറ്റി. ആ നെറ്റിമേൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റവൻ വരും, ആന്റി ക്രൈസ്റ്റ്. യഹൂദന്റെ കയ്യിലിരിക്കുന്ന വചനം മാറ്റും, കയ്യിൽ ചിപ്പ് കയറ്റും. തലയിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന വചനം മാറ്റും, ചിപ്പ് കയറ്റും. അങ്ങനെയെങ്കിൽ യഹൂദൻ ചിപ്പ് വെക്കത്തില്ല. പിന്നൊരു കാര്യം, സ്വോത്രം. നമ്മുടെ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 12 വർഷം രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? എല്ലാ ആശുപത്രിയും തള്ളി. അവൾ പാളയത്തിന് പുറത്താ, അകത്ത് കയറ്റത്തില്ല. രക്തസ്രാവ. ആരാണ്ട് പറഞ്ഞു യേശു വരുന്നു. സ്വോത്രം. അവൾ യേശുവിൻ്റെ പ്രയർ റിക്വസ്റ്റ് കൊടുത്തു. യേശുവിനെ കൊണ്ട് തലേ കൈവച്ച് പ്രാർത്ഥിച്ചോ. മലയാളം, അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. സ്വോത്രം. ഇങ്ങനെ ഒരു ജുബ്ബ പോലെ കിടക്കുന്ന, ഒരു ലോഹ പോലെ കിടക്കുന്ന, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് വചനം. അതിൽ തൊട്ടപ്പോൾ യേശു എന്തുവാ പറഞ്ഞത്? ശക്തി പുറപ്പെട്ടു. സ്വോത്രം.
ബാധ അവളെ വിട്ടുപോയി. സ്വോത്രം. ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേജിനകത്ത് ഘോരം പറയുന്നത്, അവൻ തൻ്റെ വചനമയച്ചവരെ വിടുവിച്ചു. ഇന്ന് രാത്രി മൂലമറ്റത്തെ ഒരു ടർബൈൻ കറങ്ങുമ്പോൾ ധനുവച്ചപുരത്തെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നത് വേഗത്തിൽ തൻ്റെ വചനമയക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? 12 വർഷം രക്തസ്രാവക്കാരിയ സ്ത്രീ നാട്ടുകാർ തള്ളിയിട്ട് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ഒരു ബാധ അവളിൽ ഉണ്ടായിരുന്നു, അത് വിട്ടുപോയി, അവൾ പൂർണ്ണ സൗഖ്യമായി. സ്വോത്രം. 2 സയൻസിന് വേണ്ടിയാണ് വന്നത്. 1 നമ്മുടെ കൈ നെറ്റി, 2 യഹൂദൻ. എതിർ ക്രിസ്തു വരും, കൈക്കകത്തുള്ള ബാൻഡ് ഇളക്കും, വചനം തലയിൽ കെട്ടിവെച്ച വചനം ഇളക്കിയിട്ട് ചിപ്പ് വെക്കും. ആ ചിപ്പ് വെക്കുന്നതിന് വേണ്ടി ഇസ്രയേലിൽ ഒരു പ്രധാനമന്ത്രി വന്നു, ബെഞ്ചമിൻ നെതന്യാഹു. അവൻ കോവിഡ് വന്നപ്പോൾ ചെയ്തത് 5 മിനിറ്റ് കൂടെ ഒന്ന് കേട്ടോ. അവൻ കോവിഡ് വന്നപ്പോൾ പിള്ളേർക്ക് പറഞ്ഞു ഷാബ് കയ്യിൽ വെക്കാം. അപ്പോൾ വീണ്ടും പറഞ്ഞു പ്രായമായ തല ഒരു ചിപ്പ് കൊടുക്കാം. ഹൈഷാൻ യഹൂദന. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ഇനി അവൻ കസേരയിരിക്കണ്ട. അവൻ്റെ പേരാ ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ചപ്പാത്തി ഉണ്ടെന്ന് മോഡി സാറിനെയും ട്രംപിൻ്റെ കൂടെ ഇരുന്നവൻ. സ്വോത്രം. ഇന്ന് രാത്രി പറയണ എത്ര MP-മാരുണ്ട്? 28 MP-മാരുണ്ട്. അന്നേരം ഒരു കുഞ്ഞൻ നിൽക്കുന്നു സ്വർഗം നോക്കി, 49 വയസ്സേ ഉള്ളു. അവൻ്റെ പേരാ നഫ്താലി ബെനറ്റ്. അടുത്ത ചില ദിവസം കഴിയുമ്പോൾ ഇന്ത്യയുടെ എയർപോർട്ട്, ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ വരുമ്പോൾ മോഡി സാർ വേറെ ആര് വന്നാലും കുറ്റി അടിച്ചുകൊണ്ടിരിക്കും. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി വന്നാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. സ്വോത്രം. കാര്യം എന്താ? നിർത്തുന്നത് അവനാ. സ്വോത്രം. BJP-കാർക്ക് വല്ലതും അറിയാമോ? കഷ്ടം, അവർക്ക് കൊടി ഉയർത്താനേ അറിയാവോ? സ്വോത്രം. അമിത്ഷായോട് അതേ മോഡി സാറിനോട് ചോദിച്ചാൽ പറയും മേരാ ബായി ഇസ്രയേൽ. സ്വോത്രം. കണ്ടില്ലേ? എല്ലാ ദിവസവും അവൻ്റെ വാർത്തയുണ്ട്, അത്തി തളിർത്തു കൊമ്പിളതായി. ഇന്നലെ രാത്രി ഇസ്രയേലിനകത്ത് ഒരു സംഭവം നടന്നു. ചെറുപ്പക്കാർ ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക, ഇന്ത്യ ഇസ്രയേലൂടെ ചേർന്ന് ഇസ്രയേലി ഒരു മിസൈൽ വികസിപ്പിച്ചെന്ന് 800 മീറ്റർ എവിടെ നിന്ന് ഏതവൻ്റെ മണ്ടക്കടിക്കാൻ. സ്വോത്രം. ഇന്ത്യ ഇസ്രയേലും അവർ പറയുന്നത് ഇപ്പോൾ 1. അപ്പം നഫ്താലി ബെനറ്റിന് 9 MP-മാരേ ഉള്ളായിരുന്നു. മറ്റവൻ ചിപ്പ് വെക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു അവൻ്റെ കസേര ഇളക്കിക്കോളാൻ. ആരാ? കഴുത അന്വേഷിച്ച് പോയ ശൗലിനെ ആരാക്കി? ഇസ്രായേലിൻ്റെ രാജാവാക്കിയില്ലേ? സ്വോത്രം. അവസാനം ദൈവത്തിൻ്റെ വഴി വിട്ടില്ല. അപ്പോൾ സ്വർഗം എന്തോ ചെയ്തൊരു ഗിൽബോറ പർവ്വതനിരയിൽ അവൻ്റെ വാളുകൊണ്ട് അവൻ്റെ മണ്ടക്കിട്ട് കർത്താവ് കൊടുത്തു. സ്വോത്രം. രാജാധികന്മാരെ ഇളക്കുന്നത് നമ്മുടെ ദാവീദിനെ അറിയത്തില്ലോ? കാട്ടിനകത്ത് ധനുവച്ചപുരത്ത് കൈയടിച്ച് വെള്ളറുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ചെയർമാനായി പള്ളി വെക്കാൻ നിന്നപ്പോൾ ഒരു മൊബൈൽ കിട്ടി, ഒരു അമ്മാമയെ വശത്താക്കി. അപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു നിൻ്റെ കാല് ഊരാൻ പോവാ, പൊക്കോളാൻ പറഞ്ഞു. സ്വോത്രം. ദൈവത്തെ മറക്കുന്നവരെ മിണ്ടുന്നില്ലല്ലോ. അത് രാജാവായാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അവൻ രാജസിംഹാസനങ്ങളിലേക്ക് അവൻ്റെ കൈ നീട്ടും. മിണ്ടുന്നില്ല. അവൻ ബലശാലികളെ തകർത്ത് യോഗ്യതയുള്ളവരെ സിംഹാസനത്തിനകത്ത് കൊണ്ടുവരും. മിണ്ടുന്നില്ല. സ്വോത്രം. ഒറ്റ കാര്യം കൊണ്ട് ഇസ്രയേലിലെ പ്രധാനമന്ത്രി പോയ ഈ ചിപ്പ് വെക്കുന്ന. സ്വോത്രം. ഇന്ന് കർവാപ്പസ്, ഇന്ന് 9 MP-മാരുള്ളവൻ യായിർ ലത്തീഫ് മുസ്ലിമിനെയും കൂടെ കൂട്ടി ഇസ്രായേൽ ഭരിക്കുന്നു. അവൻ വരാൻ പോകുന്ന ഇന്ന് ആലയത്തിന് കത്ത് കൊടുത്ത് ഇന്നലെ ഞാൻ പ്രസംഗിച്ചു. ഇന്ത്യ വരുമ്പോൾ പറയണം ഞാൻ പ്രസംഗിച്ചത് കാര്യം റെഡിയായിരുന്നു. സ്വോത്രം. അന്ത്യക്കാലം അത്തി തളിർത്ത് കൊമ്പിളതായി. അങ്ങനെയെങ്കിൽ വലം കൈമേലും നെറ്റിമേലും കോവിഡിൻ്റെ മറവിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയണം 5 മേഖലകളിൽ ചിപ്പായി. ലാസ്റ്റ് പോയിന്റിലാണ്. 1 ATM, 2 ആനയുടെ വാൽ, 3 നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയർ, 4 ഫാസ്റ്റാഗ്, 5 പാസ്പോർട്ട്. ഇനി എവിടെ വരണം? കൈമേലും നെറ്റിമേലും. ആ ചിപ്പ് നമ്മുടെ കയ്യിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ അകത്ത് ഒരു ചിപ്പുണ്ട്. അവസാനിപ്പിക്കാറായി. വായിക്കാം. ആ ചിപ്പ് ഏതാ? എഫേസ്യർ 4:30. ബാക്കി ഭാഗം ഞാൻ വെച്ചപ്പോൾ എഫേസ്യർ 4:30 വായിച്ചാട്ടെ മക്കളെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വെളിപ്പാട്. ഇനി നിങ്ങൾ റെഫറൻസ് നോക്കിക്കോട്ടെ. വെളിപ്പാട്. അന്നാളിൽ ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ, ദാസൻ, ഏവർക്ക് വലങ്കൈ മേലോ നെറ്റിമേലോ ഒരു മുദ്ര, സാത്താൻ്റെ മുദ്ര. പക്ഷേ നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. ഏതാ മുദ്ര? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി 2 മുദ്ര നമ്മുടെ ശരീരത്ത് വരത്തില്ല. നമ്മുടെ അകത്ത് ഏതാ? നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ, അല്ല ഫാസ്റ്റാഗ് ആണോ? മരിച്ചവനെ ഉയർപ്പിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്തിലേക്ക് പോയി അവനൊരു കാര്യം പറഞ്ഞു, ഞാനൊരു ശക്തി തരും. ആ ശക്തിയാ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. ആ മുദ്രയുള്ളവർ മരണം കാണാതെ എടുക്കപ്പെടാറായി. ധനുവച്ചപുരമേ, കാലം സമീപമായി. ദൈവരാജ്യ സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ കോവിഡിൽ ഒരുങ്ങിക്കഴിഞ്ഞു.
we don't accept two seals in your hand, that we are accepted one seal, that the power of the Holy Spirit. We don't need any micro, any DNA, any nano, any silicon. നമുക്കത് വേണ്ട. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവൻ വീണ്ടെടുപ്പിൽ എടുക്കപ്പെടും. ഇപ്പോൾ നാം അംശമായി കാണുന്നു, ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. യേശു വരാറായി. തീർന്നില്ല. ഈ തലമുറയിൽ യേശു വരുമോ? രണ്ട് കാര്യം പറഞ്ഞ് നിർത്താം. വായിക്കാം. യെഹെസ്കേൽ 14:21-22 വേഗത്തിൽ. എസെക്കേൽ 14:21-22 വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. കർത്താവ് ഈ തലമുറ വരുമോ? ബൈബിളുള്ളവർ വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിനും വാൾ, ക്ഷാമം, ഇതെല്ലാം നിങ്ങൾ കണ്ട്. അടുത്തത് ദുഷ്ടമൃഗം, അതിന്റെ പേര് കാട്ടുമൃഗം, തീവ്രവാദി. അടുത്തത് മഹാമാരി എന്നിങ്ങനെ, കോവിഡ് എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ? ഈ 4 നമ്മൾ കണ്ട്. കാണാത്തവർ വല്ലതും ഉണ്ടോ? വാൾ കണ്ടില്ലേ? ക്ഷാമ ശ്രീലങ്ക കാണുന്നില്ലേ? മഹാമാരി കോവിഡ് കാണുന്നില്ലേ? തീവ്രവാദി കാട്ടുമൃഗം. പക്ഷെ ഇതിന്റെ നടുവിൽ ഇസ്രായേലിനോടും ദൈവസഭയോടും സ്വർഗം പറയുന്ന ഒരു ദൂത്. അടുത്ത വായിച്ചാട്ട് മക്കളെ. എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരും, കരമൊന്ന് ഉയരട്ടെ. എന്നാൽ പുറപ്പെട്ടു പോരാനുള്ള പുത്രന്മാരും പുത്രിമാരും ആയ ഒരു രക്ഷിത ഗണം അതിൽ ശേഷിച്ചിരിക്കും. ആ രക്ഷിത ഗണമാ ഇന്ന് രാത്രി IPA നെടിയാങ്കോട് ഗ്രൗണ്ടിൽ ഇരിക്കുന്നത്. എന്നാൽ പുറപ്പെട്ടു പോരാനുള്ള പുത്രിമാരും പുത്രന്മാരുമായ ഒരു രക്ഷിത ഗണം. സ്വോത്രം. കാഹളം ധ്വനിക്കാറായി. ഈ തലമുറയിൽ 90% പേര് ഇവിടെ ഇരിക്കുന്ന, ഞാൻ ക്ലിയർ പറയുക, നിങ്ങൾക്കാർക്ക് ശവപ്പെട്ടി വേണ്ടി വരത്തില്ല. സ്വോത്രം. ഈ പ്രവചനങ്ങൾ അന്ത്യദിനങ്ങൾ. അങ്ങനെയെങ്കിൽ കാഹളം ധ്വനിക്കും മരിച്ചവർ. ഈ പ്രവചനം ഇന്ന് രാത്രി. എന്നാൽ പുറപ്പെട്ടു പോരാനുള്ള ഒരു പുറപ്പെട്ടു പോരാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണത്തെ ഞാൻ അതിൽ ശേഷിപ്പിച്ചിരിക്കും. ഈ തലമുറ മരണം വഴിയായി കടന്നു പോകുകയില്ല. അതിനു മുമ്പ് എൻ്റെ യേശു മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? അവസാനിപ്പിക്കുവാൻ പോവാം. യോഹന്നാൻ 14:1-2-3. നിങ്ങളുടെ ഹൃദയം വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിക്കുവിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, അപ്പച്ചന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ വീടൊരുക്കാൻ. വായിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. യേശു പോയത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ആ വീടൊരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, ഞാൻ ഇരിക്കേണ്ടിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പോയിട്ട് വരാമെന്ന് പറഞ്ഞവൻ വരും. സ്വോത്രം. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ പലസ്തീനിൽ പടിഞ്ഞാറേ ചെരുവിൽ അരിമത്യക്കാരനായ യോസഫിൻ്റെ ഒരു കല്ലറയുണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല, ഈ സെറായ്സ് മരിച്ചവരിൽ ആദ്യ പലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റു. ആ ശക്തി ഉണ്ടോണ്ടല്ലേ ഞങ്ങൾ ചങ്ക് കീറി ഷർട്ടും മുണ്ടും നനഞ്ഞാലും ഞങ്ങൾ അന്ത്യം വരെ ഈ വചനം പ്രസംഗിക്കുന്നു. സ്വോത്രം. അതുകൊണ്ടാ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തി ഞങ്ങളുടെ മേൽ. സ്വോത്രം. ഇന്ന് മരിച്ചു, രാജീവ് ഗാന്ധി മരിച്ചു. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടെ കിടപ്പുണ്ട്, ഡെഡ് ബോഡി. സ്വോത്രം. മാർസ്, ഏംഗൽസ്, സ്റ്റാലിൻ ക്രെംലിനെ കൊട്ടാരത്തി. എന്നാൽ ഞങ്ങൾ ഉയർത്തുന്ന യേശു മരിച്ചവരിൽ ആദ്യ പലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെന്ന് 26 ഭാഷയിൽ ഇന്നും എഴുതി വെച്ചിരിക്കുന്ന അരിമത്യക്കാരൻ്റെ യോസഫിൻ്റെ കല്ലറ അവനിവിടെ ഇല്ല. ഇന്ന് രാത്രി നെടിയാങ്കോട് അവനെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ സ്വർഗീയ കമ്പാർട്ട്മെൻറ്റുമായി എൻ്റെ നാഥൻ വരാറായി. ഇത് മരണ വീട്ടിലല്ല, ഇതിൻ്റെ പേരാ കുഞ്ഞാടിൻ്റെ കല്യാണം. 9 ഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9. ഇവിടെ ചന്ദ്രകുമാർ പാസ്റ്റർ ഇവിടെ സ്റ്റേജ് കെട്ടാൻ ഈ മരം എല്ലാം ഒടിച്ച് തെങ്ങിൻ്റെ ഓല വെട്ടിയതുപോലെ 9 ഗ്രഹങ്ങളിൽ ഒന്നിനെ ദൈവം വെട്ടി, പ്ലൂട്ടോ. ഇപ്പോൾ അവിടെ ഏകദേശം 3 ഭൂമി, 6000 കോടി വീട്. സ്വോത്രം. സന്തോഷമില്ല. ഇതാ കിടക്കുന്നു. ഇത് തെളിവായി യൂട്യൂബിൽ ഇങ്ങ് കയറി വരും. 6000 കോടി വീട് മധ്യാകാശത്തിൽ ഒരുങ്ങി. 5 കമ്പാർട്ട്മെൻറ്റ്. 1 മരിച്ചവരിൽ ആദ്യ ബലക്കറ്റ ക്രിസ്തു. 2 സഭയാകുന്ന മണവാട്ടി. 3 പീഡാകാല രക്തസാക്ഷികൾ. 4 2 ചേട്ടന്മാർ കല്ലറ കയറിയുള്ള ഹാനോക്കും ഏലിയാവും. 5 പഴയ നിയമ രക്തസാക്ഷി ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പാർക്കുവാൻ 6000 കോടി വീട്. ധനുവച്ചപുരമേ ഇന്ന് രാത്രി ഒരുങ്ങി. അങ്ങ് ഒരുങ്ങിയിട്ടുണ്ടോ അപ്പച്ച അമ്മച്ചി? സ്വോത്രം.
കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി യേശു വരാറായി. അവൻ്റെ പ്രവചനങ്ങളെല്ലാം നിവർത്തിയായി. ഈ അന്ത്യദിനത്തിലും ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അവൻ വരാറായി. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? പ്ലെയിനകത്ത് യാത്ര ചെയ്യുന്നവർ എത്ര പേരുണ്ട്? പ്ലെയിനിൽ പോയിട്ടുള്ളവർ വിദേശ രാജ്യത്ത് ഒന്ന് കൈ ഉയർത്തിയാട്ടെ. പ്ലെയിനകത്ത് സൗദി അറേബ്യ, ഗൾഫ്, അല്ലെങ്കിൽ ഖത്തർ, ഒമാൻ. വിഷമിക്കേണ്ട, ഭാഷ കൈ ഉയർത്ത്, പേടിക്കേണ്ട. സ്വോത്രം, എല്ലാം ശരിയാക്കാം ഇന്ന് വൈകിട്ടാവട്ടെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ നേരെ തിരുവനന്തപുരത്ത് ചെന്നാൽ ഇവരെ ആരെങ്കിലും കയറ്റി വിട്ടോ? ഇല്ല. ഒന്നെന്തോ വേണം? പാസ്പോർട്ട്. രണ്ടെന്തോ വേണം? വിസ. മൂന്നെന്തോ വേണം? ടിക്കറ്റ്. നാലെന്തോ വേണം? ബോർഡിങ്. അഞ്ചെന്തോ വേണം? ഇമിഗ്രേഷൻ. 6 അടുത്ത കൗണ്ടർ. 7 ബെൽറ്റും പാൻറ്റും എല്ലാം ഊരും. വല്ല കുഴപ്പമുണ്ടോ? അത് സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതെല്ലാം മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് അവിടെ പോയി ഇരിക്കാൻ പറയും. അപ്പോൾ പെങ്കൊച്ചു പറയും പ്ലെയിൻ വരാറാകുമ്പോൾ 1-ാം നമ്പർ വാതിലിൽ കൂടെ നേരെ അങ്ങോട്ട് പോയാൽ മതി. ഇതിൻ്റെ പേരാ ദീർഘയാത്ര. സ്വോത്രം, ലോങ് ജേർണി. അങ്ങനെയെങ്കിൽ പ്ലെയിനിൽ കയറണേ. 7 കാര്യം ചെയ്യണമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ പോകണേ. 7 കാര്യം ചെയ്യണം. സന്തോഷമില്ലല്ലോ? എല്ലാവരെയും കാര്യം പോയി കിട്ടി. സ്വോത്രം. 1, രക്ഷിക്കപ്പെടണം. യോഗത്തിൻ്റെ അവസാനം കൈ ഉയർത്തുന്നതല്ല രക്ഷ. എന്താ രക്ഷ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യഫലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയും. ഇത് പറഞ്ഞില്ലേ പിന്നെ യോഗം വെച്ചിട്ട് കാര്യമുണ്ടോ? 2, മാനസാന്തരപ്പെടണം. എന്താ? സഹോദരിമാർ പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക. ഇത്രയും സഹോദരിമാർക്ക്. സഹോദരന്മാർക്ക് വേറെ എന്താ? കള്ള്, കഞ്ചാവ്, ബാക്കി പരിപാടി, മദ്യപാനം. ഇതിനെല്ലാം ഗുഡ് ബൈ. ഇതിൻ്റെ പേരാ മാനസാന്തരം. പുതിയ വണ്ടി കയറണം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് അനുതപിക്കണം. എന്താ അനുതാപം? മുടിയമ്പുത്രം പറഞ്ഞ പോലെ, കർത്താവേ, അറിയാഞ്ഞ കാലത്ത് അപ്പൻ്റെ വീതം മേടിച്ച് ഞാൻ ബിയർ പഠിച്ച് കള്ളും കുടിച്ച് നാട്ടുകാരെ കത്തിയും കയറ്റി. അതുകൊണ്ട് നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു. അതിൻ്റെ പേര് അനുതാപം. അനുതപിച്ച നീ എന്തോ ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുങ്ങി സ്നാനമേക്കണം. അയ്യോ, പെന്തിക്കോസ് ചേരാൻ കലക്കവെള്ളത്തിൽ ചാടരുത്. ക്രിസ്തുവിനോട് ചേരാൻ നല്ല മനസാക്ഷിക്കായി സ്നാനമേൽക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. സ്നാനമേറ്റ നീ എന്തോ ചെയ്യണം? പിന്നെ വെറ്റിലയ്ക്കകത്ത് ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ചത്ത കയ്യടിയോടിരിക്കരുത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. സ്വോത്രം. മിണ്ടുന്നില്ല. ദൈവ ആത്മാതാവുന്നു. അത് കഴിഞ്ഞ് അടുത്തത് 6ാമത്തെ കാര്യം എന്താണ്? കർത്താവിൻ്റെ മേശയിൽ അവൻ്റെ മരണം നമ്മുടെ ചങ്കിനകത്ത് ഇങ്ങനെ തോന്നിക്കുമ്പോൾ കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാടറുക്കപ്പെട്ടു. തിരുമേശയിൽ പങ്കാളിയാകണം. 7, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ 7 കാര്യം ചെയ്യുമ്പോൾ സ്വർഗം മോളെ മോനെ നിന്നെ നോക്കി പറയും, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ. സത്യവചനം. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. അതിലൊരു പ്രാവിൻ്റെ കഴുത്തറക്കും. മറ്റേ പ്രാവിൻ്റെ രക്തം, ഈ പ്രാവിൻ്റെ രക്തം മറ്റേ പ്രാവിൻ്റെ ഇണപ്രാവിൻ്റെ പുറത്ത് വീഴും. ഈ പ്രാവ് മ്ലാനമാകും. യാഗം കഴിയുമ്പോൾ പുരോഹിതൻ കുറുപ്രാവിനെ അഴിച്ചു വീടും. രക്തം വീണ പ്രാവ് ധനുവച്ചപുരത്തും പരശുവയ്ക്കലും നെയ്യാറ്റിൻകര ഇരിക്കത്തില്ല. അത് പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഈ പട്ടണത്തിൽ ഇറങ്ങിയ അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, ആരും നിന്നെ കണ്ടില്ലെങ്കിലും പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. ഈ 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു വരാറായി. സ്തോത്രം. ഇനി നീ പാപത്തെ സ്നേഹിക്കുമോ? ഞാൻ തൃശ്ശൂരിൽ ജയിലിൽ പോയപ്പോൾ ഒരു സഹോദരൻ, ഞങ്ങൾ ബൈബിൾ കൊടുത്തു, വാങ്ങിക്കുന്നില്ല. അവൻ മുഖം ധരിച്ചിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു, സാറേ ഞാൻ മരണയോഗ്യനാ. ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ പറയാൻ പറഞ്ഞു. സ്തോത്രം. അവൻ്റെ ഭാര്യ മരിച്ചുപോയി. ആ ഭാര്യ മരിച്ചു പോയപ്പോൾ മറ്റൊരു പെൺകുട്ടിയായിട്ട് അവനൊരു ബന്ധം. 8 വയസ്സുള്ളൊരു മോളുണ്ട്. സ്തോത്രം. ആ പെൺകുട്ടി പറഞ്ഞു, ഈ കൊച്ചിനെ കൊല്ലാമെങ്കിൽ ഞാൻ നിൻ്റെ ഭാര്യയായിരിക്കാം. സ്തോത്രം. 8 വയസ്സുള്ള പെൺകുഞ്ഞ്. കേൾക്കണം. അവൻ തൃശ്ശൂരിൽ ബൈക്കുമായി ജോലിയുണ്ട്. അവൻ ഒരു ദിവസം നല്ല ഉടുപ്പിയും മോക്ക് മേടിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് നല്ല ഭക്ഷണം കൊടുത്തു. രാവിലെ പറഞ്ഞു, മോളെ നമുക്ക് പീച്ചി ഡാം കാണാൻ പോ. കുഞ്ഞിനും ഭയങ്കര സന്തോഷം. ഈ കുഞ്ഞിനെയും കൊണ്ട് പീച്ചി ഡാമിൽ പോയി. പാറപ്പുറത്തിരിക്കുന്നു, ജ്യൂസൊക്കെ മേടിച്ചു കൊടുക്കുന്നു. ഡാമിൻ്റെ അങ്ങേയറ്റം കുറച്ച് ദൂരം. പപ്പ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? നമുക്കിവിടെ ഒന്ന് കാണാം. ഇവൻ ബൈക്കും വെച്ചിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് ഡാമിൻ്റെ ഏറ്റവും അറ്റത്തെ ദൂരത്ത് പോയി. മക്കളെ, അവിടെ ചെന്നിട്ട് പിഞ്ചു കുഞ്ഞിനെ വെള്ളം ഒഴുകുന്ന അരുവി കാണിച്ചു.
ഈ കുഞ്ഞിൻ്റെ പുറകിൽ അവൻ പറഞ്ഞതാ, കരയ, കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു തോർത്തിട്ട്, സ്തോത്രം, പപ്പ എന്തിനാ കഴുത്തിൽ തോർത്തിടുന്നത്? ഒന്നുമില്ല മോളെ, സ്നേഹത്തോടെ ഇടുവെന്ന് പറയും. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ 8 വയസ്സുള്ള പെൺകുഞ്ഞിനെ അവൻ കഴുത്ത് ഞെരിച്ച് കൊന്നു. ഓ, ആ കുഞ്ഞ് പാറപ്പുറത്ത് പിടഞ്ഞു വീണു. സ്തോത്രം. ആ കുഞ്ഞിനെ തള്ളിയിടാൻ പറ്റിയില്ല. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാച്ചാൻ്റെ വാർഡുകാർ വന്നു, കണ്ടുപിടിച്ചു. ഇവനെ പോലീസ് പിടിച്ചു. 14 വർഷം അവനെ ശിക്ഷ വിധിച്ചു. അവൻ ജയിലിനകത്ത് പറഞ്ഞ്, ഞാൻ മരണയോഗ്യന. 1, അവൻ്റെ ജീവിതം തകർന്നു. 2, അവൻ്റെ പിഞ്ചു കുഞ്ഞിനെ പച്ചയ്ക്ക് ഞെരിച്ചു കൊന്നു. ഞാൻ അവനോട് സുവിശേഷം പറഞ്ഞു, മോനെ, അറിയായ്മയുടെ കാലങ്ങളിൽ നീ അത് ചെയ്തെങ്കിൽ 8 വയസ്സുള്ളൊരു കുഞ്ഞാ, അത് നരകത്തിലല്ല, ഏത് മതമാകട്ടെ, അവൾ ദൈവസന്നിധിയിലുണ്ട്. ഇനി നിൻ്റെ മുൻപിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ചെയ്തതിനെ ഓർത്ത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ച് പാപത്തെ ഏറ്റു പറഞ്ഞാൽ 14 വർഷം കഴിഞ്ഞാൽ നീ ദൈവ പൈതലായി ജീവിച്ചാൽ ഈ ലോകം നിനക്ക് ശിക്ഷ തരും. എന്നാൽ സകല പാപത്തിനും പരിഹാരമായി നമ്മുടെ യേശു കാൽവറിയിൽ പരമയാഗമായി. ആ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് വചനമേറ്റെടുക്കുവാൻ തയ്യാറായി. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഇവിടെ ധനുവച്ചവരൊന്നടിയാങ്കോട്, ജീവിതം ഒന്നേ ഉള്ളൂ. SSLC പരീക്ഷ തോറ്റാൽ നമുക്കൊന്നുകൂടെ എഴുതാം. പ്രീ ഡിഗ്രിയോ ഡിഗ്രിയോ പോയാൽ പരീക്ഷ എഴുതാം. മക്കളെ, ജീവിതം ഒന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ പറയണം, ഈ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഞാൻ കൈവിടപ്പെട്ടു പോയാൽ എന്നെ എതിരേൽക്കുന്നത് നരകമാ. സ്തോത്രം. തീ പോലെ കത്തുന്ന പാതാളം. ഇന്ന് രാത്രി പറയണം, ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ട, അവൻ്റെ പിൻപിൽ കീഴെ പാതാളങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിപ്പാനുള്ളതും ഇത്രയും കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടും ഇന്ന് രാത്രി പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ടില്ലേ, മടങ്ങി വാ. ഇന്ന് രാത്രി കാൽവറി നിനക്ക് വേണ്ടി ഒരുങ്ങി. ഞാൻ മാനസാന്തരപ്പെട്ടില്ലേ, ഇന്ന് രാത്രി കാൽവറി എനിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി നീ സ്നാനമേറ്റില്ലെങ്കിൽ മടങ്ങി വാ. യേശുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേക്ക്. ഇതുവരെ ആരാധനയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ക്രൂശിതൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറ, യേശുവേ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ തെറ്റിപ്പോയി. ഈ സത്യവചനം കേട്ട് അങ്ങയുടെ കാൽ കീഴിലേക്ക് വരുന്നു. മുടിയൻ പുത്രൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി പറ, അപ്പാ നിന്നോടും. ആ കാൽവറിയിലെ കള്ളൻ പറഞ്ഞ ഒറ്റ വാക്ക് അതാ ജീവിതത്തെ മാറ്റിമറിച്ചത്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പാപിയായ എന്നെയും ഓർക്കണമേ. ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നാനമേൽക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കാൽവറിയിലേക്ക് മടങ്ങി വാ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുടെ വലങ്കരം എൻ്റെ അന്ത്യം വരെ വഴി നടത്തും.